തിരിഞ്ഞോടിക്കോ, ബ്രിഡ്ജ് ക്രാക്ക് ആകുകയാണ്. പിന്നോട്ടല്ല മുന്നോട്ടോടണം, വേഗം ഓടിക്കോ. അത് ശരി, ഇതിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Баска. കൊള്ളാം കൊള്ളാം, എത്ര ധൈര്യമുള്ളവരാ അവര്, അല്ലേ ഷകോൾ? ഇനിയെങ്കിലും നീ നന്ദിയുള്ളവനായിരിക്കും. നായ്ക്കൾ എപ്പോഴും യജമാനനോട് വിശ്വാസമുള്ളവനായിരിക്കണം. അതാണ് ആ ഗുഹ. നമ്മൾ വേഗം ചെല്ലണം, നമ്മളുടെ കയ്യിൽ അധികം സമയമില്ല. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പെയിന്റിങ്സ് ആണല്ലോ. ശരിക്കുള്ള പെയിന്റിങ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്? 3 പെയിന്റിങ്സ് അവിടെയുണ്ട്. ഈ 3-ൽ ഏതോ ഒന്നിലാണ് മുത്തശ്ശനുള്ളത്. അപ്പൂപ്പൻ ഒരിക്കലും പുറത്തേക്ക് വരില്ല. ഞാൻ ആരെ അതിനകത്ത് അറസ്റ്റ് ചെയ്തു വെക്കുന്നുവോ അവന്റെ മാജിക് പവേഴ്സ് ടോട്ടൽ നശിച്ചു പോയിരിക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഷകാൽ, മുത്തശ്ശനിൽ നിന്നും ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആത്മവിശ്വാസം. എനിക്ക് ഇതുവരെ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ മുത്തശ്ശനെയും എനിക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. തേട്, വൈകുന്നേരം വരെ നിനക്ക് സമയമുണ്ട്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അപ്പൂപ്പന്റെ ജീവിതം അവസാനിച്ചു. ഷക്കൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പെയിന്റിങ്ങിനെ 3 മാറ്റിയിരിക്കുകയാണ്. രുദ്ര, നടുക്കുള്ള പെയിന്റിംഗ് നോക്കിക്കേ. അതിന്റെ 2 സൈഡും ബ്ലാക്ക് ട്രാങ്ക്, പിന്നെ മൾട്ടി കളറിലെ പൂക്കളുള്ള വലിയ ട്രീസ് ഉണ്ട്. പിന്നെ നടുക്കുള്ള പെയിന്റിങ്ങിലെ ട്രീസും പുറകിലെ പെയിന്റിങ്ങിലെ ട്രീ പോലെ തന്നെ ഉണ്ട്. അതും പകുതി എന്ന് വെച്ചാൽ അതിനെന്താ അർത്ഥം? അതായത് അങ്ങനെയാണെങ്കിൽ ഒരു ഓഫ് ട്രീയിൽ നിന്നും മറ്റൊരു ഓഫ് ട്രീയിലേക്ക് നമുക്ക് പോവാൻ കഴിയും. അതായത് ഒരു പെയിന്റിങ്ങിൽ നിന്നും മറ്റൊരു പെയിന്റിങ്ങിലേക്ക്. പക്ഷെ നമ്മൾ എങ്ങനെയാ അകത്തേക്ക് പോവാ? ഇത് ചുമറ്റിൽ ഒട്ടിച്ചിരിക്കുക. ഒന്ന് അലേർട്ട് ആയിരിക്കണം. ഓർത്തു നോക്കൂ, ലൈബ്രറിയിലെ ബുക്കിൽ നമ്മൾ എന്താ വായിച്ചത്? മാജിക്കൽ പെയിന്റിംഗ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ ആരെങ്കിലും മാജിക്കൽ പെയിന്റിങ്ങിന്റെ അകത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ആയ ആളുടെ മാജിക്കൽ പവർ അവസാനിച്ചു പോകും. പക്ഷെ ഒരാൾ സ്വയം അകത്തേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മാജിക്കൽ പവർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പെയിന്റിങ്ങിനകത്ത് എങ്ങനെയാ പോകുന്നേ? അതിന് പെയിന്റിംഗ് ചില സെക്കൻഡ് ലൈവ് ആകണം. നദി ഒഴുകാൻ തുടങ്ങും. മൃഗങ്ങൾ ജീവനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിഞ്ഞു നടക്കും. പിന്നെ ആ കാട് റിയലായി മാറും. പെയിന്റിങ്ങിന്റെ അകത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത് പെയിന്റിംഗ് അല്ല, അവനെ സംബന്ധിച്ച് അതൊരു കാട് തന്നെയായിരിക്കും. ശരിക്കുള്ള കാട്. ഇപ്പോഴത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ പെയിന്റിംഗ് എപ്പോഴാ ലൈവ് ആകാം? രുദ്ര, എന്നെ രക്ഷിക്കൂ.
രുദ്ര വേഗത്തിൽ എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്ക്. എന്നെ വലിച്ചിറക്കൂ. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഇതൊക്കെ ചീറ്റിംഗ് ആണ്. രുദ്ര റംഗീല, അതെല്ലാം ഷാക്കാലിന്റെ ചതിയാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നെ പുറത്തിറക്ക്. വേഗം വേഗമാവട്ടെ. ഞാൻ പുറത്ത് വന്നിട്ട് അവനെ വകവരുത്തുന്നുണ്ട്. രംഗീല ഒന്ന് നിൽക്ക്. മുത്തശ്ശ, ഷാക്കാൽ മായനെയും വരണയും അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയിരിക്കാണ്. നിന്നെയും ഞാനിപ്പോൾ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പെയിന്റിംഗ് ഇപ്പൊ ലൈവാണ്. ഇപ്പൊ ഞാൻ സ്വയം അകത്തേക്ക് പോയാൽ എന്റെ മാജിക്കൽ പവേഴ്സ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഷാക്കാൽ എന്നെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയാൽ എന്റെ പവേഴ്സ് നശിക്കും. നോ, ഇല്ല ഇല്ല. രുദ്ര അതിനകത്തേക്ക് സ്വയം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവൻ വലിയ ബുദ്ധിശാലിയാണ്. അവൻ അപ്പൂപ്പന്റെ കൈ പിടിച്ച് വലിച്ചതേയില്ല. നിങ്ങൾ മാത്രം ഇങ്ങനെ എന്തൊക്കെ പ്ലാനാ ചെയ്യുന്നത്? പക്ഷെ ആ രുദ്രയാണ് എല്ലാം കുളവാക്കുന്നത്. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ അവനോ ഒന്നും സംസാരിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നു, അല്ലേ? ഒരക്ഷരം മിണ്ടി പോകരുത്. നിങ്ങൾ വെറുതെ ഓരോന്ന് രുദ്രയ്ക്ക് ഈ പെയിന്റിങ്സിനകത്ത് ജയ്സിംഗിനെ ഒരിക്കലും കണ്ടെത്താനാകില്ല. അവൻ ഏത് പെയിന്റിങ്സിൽ പോയാലും അതിൽ ജയ്സിംഗ് ഇല്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇപ്പൊ ജയ്സിംഗ്, രുദ്ര, മറ്റുള്ളവരെല്ലാവരും എന്റെ കസ്റ്റഡിയിലാണുള്ളത്. നാളെ സൺ സിറ്റി എനിക്ക് സ്വന്തമായി തീരും. എനിക്ക് ജനങ്ങൾ പറയാറുണ്ട് ടുമോറോ നെവേഴ്സ് കം. ഇപ്പൊ നീ മിണ്ടാതിരുന്ന് ഫിലിം കണ്ടുകൊണ്ടിരിക്ക. രുദ്ര എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്ക്. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? രംഗീല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. രുദ്ര, ഭാഗ്യത്തിനാ നീ എവിടെ എത്തിയത്. രുദ്ര, നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇനി നമ്മൾ മുത്തശ്ശനെ എവിടെ തെരയുന്നത്? രംഗീല, മുത്തശ്ശനെ ഒന്ന് വിളിക്ക്. മുത്തശ്ശ, 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 മുത്തശ്ശ. ഓ, ഓടിക്കോ രംഗീല. അല്ല, ഇനിയിപ്പോ ഞാനെങ്ങനെ പറക്കുന്നേ? രംഗീല, വേഗം അതിൽ കയറിയിരിക്ക. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വേഗം ഒന്ന് പറപ്പിക്ക രുദ്ര, പറപ്പിക്ക. രംഗീല, ഓടിക്കോ രുദ്ര, ഓട് ഓട്. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഓട് ഓട്.
കിണറിൽ ദേ അവിടെ ഒരു മരം നിൽക്കുന്നത് കണ്ടോ? കടലത് ഓഫ് ട്രീ ആണ്. നല്ലോണം വലിച്ചു പിടിക്ക. ആ, ആ, ആ. അവന്റെ എന്തൊരു ഐഡിയ! രുദ്ര വളരെ ബ്രില്യന്റ് ആണ് അല്ലേ ഷാക്കോൾ? വരുൺ, മൈറ, മുത്തശ്ശൻ എവിടെയാന്ന് അറിയില്ല. ആരും കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. രുദ്ര, ഞങ്ങൾ ഇവിടെയുണ്ട്. രുദ്ര, അത് വരുണിന്റെ ശബ്ദമാണ്. എന്നെ വിടാനല്ല പറഞ്ഞത്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു വരുൺ. ആ, ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. എന്താ ഇവിടെ നടക്കുന്നത്? രുദ്ര, താങ്ക് ഗോഡ് നീ എത്തി. രുദ്ര എന്നെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ബാരിൽ നിന്ന് അവരെ രക്ഷിച്ചേനെ. നീ എന്നെ സഹായിക്കേണ്ട മൈറ. നീ ഒരു പ്രാവശ്യം സഹായിച്ചതില എനിക്ക് ഈ ഗതി വന്നത്. ഇത്രയും വലിയ കാട്ടിൽ നമ്മൾ മുത്തശ്ശനെ എങ്ങനെയാ തേടി കണ്ടെത്തുക? ഓഹോ, ഈ ഹണിബീസ് എവിടുന്നാ വന്നത്? നമ്മുടെ മാജിക് പവേഴ്സ് ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. മൈറ, ഓ, ഈ ഹണിബി എന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു ശല്യമാ. നീ പേടിക്കല്ലേ വരും, ഞാൻ ഇപ്പൊ തന്നെ അതിന് വക വരുത്താം. മൈറോ, നീ എന്റെ കഥ കഴിച്ചേ മതിയാവുള്ളൂ അല്ലേ? നീ ഷക്കാലിനെ സഹായിക്കുകയാണോ? ആരാ എന്റെ മേലത്ത് ഇങ്ങനെ നക്കുന്നത്? ഞാനല്ലേ നോക്കുന്നത്, നീ തന്നെ നോക്ക്. ഈ കരടിയെ അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. കൊറേ നേരായിട്ട് എന്നെ നക്കി നക്കി കൊല്ലാണേ. രുദ്ര, നിന്റെ കയ്യിൽ മാത്രം എങ്ങനെ മാജിക് പവർ ഉള്ളത്? ഞങ്ങളുടെ മാജിക് പവേഴ്സ് വർക്ക് ആവുന്നില്ല. ഞാൻ സ്വയം പെയിന്റിന്റെ അകത്ത് വന്നതാ. ശക്കലല്ല ഇതിനകത്ത് കൊണ്ടുവന്നത്. രുദ്ര, മേളിലോട്ട് നോക്ക്. വരുൺ ഇങ്ങോട്ട് പോയത്? ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുക. എന്നെ വീട്. എന്നെ വെച്ച് അതിനകത്ത് റേസ് കളിക്കുന്നത്. രുദ്ര, ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ മൊത്തം അന്വേഷിച്ചു കഴിഞ്ഞു. മുത്തശ്ശൻ ഇവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് പെയിന്റിംഗിൽ കാണും. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ നീ എന്തിനാടാ 3 പ്രാവശ്യം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തവണ ഷാക്കോൾ അത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയണമെന്ന് അദ്ദേഹം ആലോചിച്ചതായിരിക്കും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. മുത്തശ്ശാ, മുത്തശ്ശാ, മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശാ, മുത്തശ്ശാ.
എന്റെ ഷൂ. മുത്തശ്ശൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും. ഞാനിവിടെയുണ്ട്. രുദ്ര, രുദ്ര, നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. പക്ഷെ നിന്റെ കയ്യിൽ എങ്ങനെയാ മാജിക് പവേഴ്സ് ഉള്ളത്? എന്റെ മാജിക് പവർ ഒക്കെ എന്റെ കൈവിട്ട് പോയി. കാരണം ഞാൻ സ്വയം ഈ പെയിന്റിന്റെ അകത്ത് വന്നതാ. ഷക്കാലിനെ അറസ്റ്റ് ചെയ്തതല്ല. രുദ്ര, ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. അങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. മുത്തശ്ശൻ നമ്മളിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. ഇനി ഈ കളി കാണാൻ നല്ല രസമായിരിക്കും. ആ കാണുന്ന മുതലകളിൽ രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്കൗട്ട് ആവില്ല. രുദ്രയ്ക്ക് അതിന് കൊല്ലാനും ആവില്ല. വേഗം പോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനിയിപ്പോ പെയിന്റിങ്ങിൽ നിന്ന് എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോകുന്നത്? അത് നമുക്കറിയില്ല. ആ, എന്നാ പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മുടെ കഥ തീരുമെന്നാ തോന്നുന്നേ. ആ, നമ്മുടെ കഥ തീർന്നു എന്നാ തോന്നുന്നേ. രുദ്ര, നീ പെയിന്റിങ്ങിനകത്തേക്ക് വന്നില്ലേ? അപ്പൊ പെയിന്റിംഗ് എവിടെയായിരുന്നു? മാജിക്കൽ മൗണ്ടനിലുള്ള കേവിലായിരുന്നു. കടങ്കഥയുടെ ഉത്തരം കടങ്കഥയിൽ തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ അർത്ഥം പുറത്തേക്ക് പോകാനുള്ള വഴി ആ കേവിനകത്ത് തന്നെ ഉണ്ടെന്നാണോ? അതെ, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ക്രോക്കഡൈൽ ഗോൾ കീപ്പറായി അവിടെ ഇരിക്കായിരുന്നു. രുദ്ര, സൂര്യൻ അസ്തമിക്കാറായി.
ഷാക്കാൽ, ഞാൻ നിന്റെ കൂടെ ഒരിക്കലും ഏറ്റുമുട്ടാൻ ശ്രമിച്ചതല്ല. നീ കോൾ സിറ്റിയിൽ സുരക്ഷിതമായിരുന്നു, ഞാൻ എന്റെ സൺ സിറ്റിയിൽ ഇരുന്നോളാം. പക്ഷെ ഇനി നീ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അത് ശരിയായിന്ന് വരില്ല. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഷാക്കാലിനെ വകവരുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബൈ ബൈ, ഞാൻ വീണ്ടും വരും. സോഗ, നീ ചെന്ന് ഫൈറ്റ് ചെയ്യ. ഞാനിതിൽ കുടുങ്ങിയ എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഷോഹയ്ക്കതൊന്നും പറ്റില്ല. മുങ്ങിക്കളയാം. താങ്ക് യു രുദ്ര. നീ ഉള്ളതുവരെ ഞാൻ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. പെയിന്റിങ്ങിനകത്തുള്ളപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു നീ തീർച്ചയായിട്ടും വരുമെന്ന്. ആ